ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെയും എൻ്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. ഞാനിന്ന് വന്നിട്ടുള്ളത് തലബാത്തിന്റെ ജോബിനെ കുറിച്ച് പറയാനാണ്. അതായത് എന്താണ് തലബാത്ത്, ആ ജോലിക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. നമുക്ക് ഇവിടേക്ക് ഉള്ളത് പോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, അതേപോലെ തന്നെയുള്ള ഫുഡ് ഡെലിവറി ആപ്പ് വഴി നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുന്ന ജോബ് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഒരു കമ്പനിയാണത്. 30,000-ൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടും, അതേപോലെ തന്നെ ഞാൻ നേരിട്ട് പോയി കണ്ട എന്നോട് പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ UAE-ലേക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ പോകുക. അവിടെ ചെന്നതിന് ശേഷം ആ കമ്പനി നമുക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, ബൈക്ക്, സിം കാർഡ്, ഇത്രയും കാര്യങ്ങൾ അവർ തരും. അതേപോലെ തന്നെ UAE ലൈസൻസ് അവരെടുത്ത് തരും. ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെ നമ്മൾ ഒരു 400 ചില്ലറ ഓർഡർ ഒരു മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 6,000 ദിർഹംസ് അല്ലെങ്കിൽ 5,000-ൽ കൂടുതൽ ദിർഹംസ് നമുക്ക് നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി അവർ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. എത്രത്തോളമാണ് നമുക്ക് ഓർഡർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ലീവ് ആക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്ന സത്യത്തിൽ നമ്മൾ തന്നെയാണ്. കമ്പനി പറഞ്ഞ ടാർഗറ്റ് നമ്മൾ എടുക്കുകയും വേണം. അതിൽ കൂടുതൽ നമ്മൾ എത്ര ചെയ്താലും അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ 10-12 മണിക്കൂറൊന്നും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ ടാർഗറ്റ് മാത്രം അച്ചീവ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് 3,000-ൽ കൂടുതൽ ദിർഹംസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം അവൻ പറഞ്ഞിട്ടുള്ള അവൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പൈസ എന്നെ കാണിച്ചു തന്നതിൻ്റെ ബേസിൽ, ഞാൻ കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. 1,000-ൽ കൂടുതൽ ആളുകൾക്കാണ് ജോബ് വേക്കൻസി ഇപ്പോൾ അവിടെ ഉള്ളത്. 30,000 ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ജോലിക്ക് പോകുമ്പോൾ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോകും. ഇപ്പോൾ UAE-ലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 1,00,000 രൂപ, അതായത് ഏകദേശം 4,000 ദിർഹംസിന്റെ അടുത്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. ഈ പൈസ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫ്രീ അല്ല. അതായത് പക്ഷെ എന്നാൽ ഫ്രീ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോബ് കിട്ടുന്ന ഒരു കാര്യമാണിത്. അതായത് 1,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുക. അതിനുശേഷം ആ പൈസ നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ, അതായത് തലപ്പാത്തിലാണോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, ആ സ്ഥാപനത്തിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. വിസ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അവർ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് അതായത് ഫയൽ ഓപ്പൺ ചെയ്ത് തരും. അത് കഴിഞ്ഞ് ലൈസൻസ് ഉള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നത് മുതൽ നമുക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത്രയും ദിവസം നമുക്ക് എന്നാണ് ലൈസൻസ് കൈ കിട്ടുന്നത് അതുവരെയുള്ള അക്കോമഡേഷൻ തലഭാഗത്ത് ഫ്രീ ആയിട്ടായിരിക്കും തരിക. അതിനു മുന്നേ അക്കോമഡേഷനൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ബെഡ് സ്പേസ് നമുക്ക് ഏകദേശം ഒരു 400 ദിർഹംസിനാണ് അവിടെ കിട്ടുക. ഒരാൾക്കുള്ള സിംഗിൾ ബെഡ് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചെലവ് ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബാക്കി നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് 700-800 ഒക്കെ ഉള്ള ബെഡ് സ്പേസുകൾ ഉണ്ട്. പക്ഷെ നമ്മളവിടെ പോകുന്നത് പൈസ ഉണ്ടാക്കാനും നമ്മുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടാനും പിന്നെ സമ്പാദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പിന്നീട് ഒരു മെസ്സിന് 300 മുതൽ 350-400 ദിർഹംസ് വരെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അടുത്ത മാസം മുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഈ വ്യാഴാഴ്ച എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറുകളിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ നേരിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സഹായത്തോടെ 4-5 ആളുകളെയൊക്കെ തന്നെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്, അപ്പോൾ 4-5 ആളുകളെ പല തവണകളായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്കും ലൈസൻസ് കിട്ടുകയും അല്ലെങ്കിൽ അവർക്കൊക്കെ ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബാച്ചിനെ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അതായത് നമ്മുടെ ഹെൽപ്പോടുകൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ മെസ്സ് കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ സാമ്പത്തികമായിട്ട് 1 രൂപ പോലും ഞങ്ങളല്ല കൊടുക്കേണ്ടത്. അത് നിങ്ങൾ തന്നെ നേരിട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ആരൊക്കെ നമ്മളെ പൈസ ഏൽപ്പിച്ചാലും അതെല്ലാം കൊടുക്കേണ്ടത് നിങ്ങളാണ്. നമ്മളെ പൈസ ഞങ്ങൾ 2 പേരും ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. കാരണം ഇതെല്ലാം നമ്മൾ ഒരു സഹായം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെഡ് സ്പേസ് എവിടെയാണ് സ്പേസ് ഉള്ളതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ കൂടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്ത് ആരാണോ ആ ഫ്ലാറ്റിന്റെ ഓണർ അല്ലെങ്കിൽ ആരാണോ ആ റൂമിന്റെ ഓണർ അവർക്ക് പൈസ കൊടുക്കേണ്ടത് നിങ്ങളാണ്.
അതേപോലെ തന്നെ മെസ്സ്, എവിടെയാണോ മെസ്സ് ഉള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. അതായത് ആ റൂമിൽ താമസിക്കുന്ന മറ്റുള്ളവരോടൊക്കെ അന്വേഷിക്കാവുന്നതാണ്. എത്രയാണ് റൂം റെന്റ്, നിങ്ങൾക്ക് അതിൽ കൂടുതൽ പൈസ ചെലവാകുന്നുണ്ടോ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ. അതേപോലെ തന്നെ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാം എത്രയാണെന്നുള്ളത്. ഈ ജോബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. 18 വയസ്സ് മുതൽ ഏകദേശം 50-55 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, ആരോഗ്യമുള്ളവർക്ക്, ബൈക്ക് ഓടിക്കാൻ അറിയുന്നവർക്ക് ഈ ജോലിക്ക് പോകാം. പിന്നെ അതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത 1.5 ലക്ഷം രൂപ വരെ നമുക്കൊരു മാസം, ചുരുങ്ങിയത് 13 മണിക്കൂറൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എൻ്റെ ഫ്രണ്ടൊക്കെ വർക്ക് ചെയ്യുന്നത് 13 മണിക്കൂറാണ്. ദുബായ് ബേസ്ഡ് മാത്രമായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് മറ്റുള്ള സംസ്ഥാനങ്ങൾ, UAE മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾ ജോലിക്ക്, അതായത് തലപ്പാത്തിൽ തന്നെ ജോലിക്ക് കയറുവാണെങ്കിൽ ഇത്രയും പൈസ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന്റെ സത്യം. അപ്പോൾ ഇത്രയും ഇത് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരൊക്കെയാണ് വരാൻ സന്നദ്ധരായിട്ടുള്ള അവർക്കൊക്കെ വേണം നമ്മൾ കാണിച്ചു തരാം. ഒരു മന്ത്ലി 6000 ദിർഹംസോളം അവന്റെ എല്ലാ ചെലവും കഴിഞ്ഞിട്ടാണ് അവന് സമ്പാദിക്കുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും കൂടുതലായവർക്കും ഒക്കെ ജോലിക്ക് സാധ്യതകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവർക്കും പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ അതുകൊണ്ട് അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 3000 ദിർഹംസ് കൊടുത്ത് അവർ നമ്മൾക്ക് വിസ തന്ന് ലൈസൻസ് എടുത്ത് തന്നതിന് ശേഷം നമുക്ക് സിമ്മും ബൈക്കും തന്ന് നമ്മുടെ ഡെലിവറിക്ക് വിട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് 500 ദിർഹംസ് വെച്ചിട്ടോ മന്ത്ലി അല്ലെങ്കിൽ 1000 ദിർഹംസ് വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് വിസയുടെയും അതേപോലെ തന്നെ ബാക്കി ലൈസൻസിന്റെയും പൈസ പേ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സമൂഹത്തോട് കൂടിയിട്ടാണ് അവർ ഇത്ര നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫ്രീ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഫ്രീ പോലെ തന്നെയാണ്. കാരണം ഫുൾ പേയ്മെന്റ് നമ്മൾ ആദ്യം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജോബ് കൂടിയാണ്. നമ്മൾ ഇവിടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖകരമായിട്ട് നമുക്ക് അവിടെ വണ്ടി ഓടിക്കാനും ഡെലിവറിക്കൊക്കെ പറ്റും. കാരണം 1 വേ ട്രാക്കുകളാണ് എല്ലാം. എതിർവശത്ത് നിന്ന് വാഹനങ്ങൾ ഒന്നും തന്നെ വരികയില്ല, നമുക്ക് 100% നമുക്ക് ഉറപ്പിക്കാം. കാരണം എല്ലാവരും കൃത്യമായിട്ട് നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്ന രാജ്യമാണ് UAE. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചോളൂ എന്നെ. ഞാനിപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ കമന്റ് ബോക്സ് വഴി തന്നെ ചോദിച്ചാൽ മതി. ഏകദേശം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന വ്യാഴാഴ്ച എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ കൃത്യമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതാണ്. ഇതിന് ശേഷം ഞാൻ UAE പോയതിന് ശേഷമാണ് ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. കാരണം നമ്മൾ ഈ ജോബ് വേക്കൻസി ഇടുന്ന ചാനലായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അതിനകത്ത് എനിക്ക് യാതൊരു വിധത്തിലെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഒരു സഹായമായിട്ട്, ഒത്തിരി കടങ്ങളുള്ളവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടിയാണിത്. നമ്മളൊക്കെ 10-13 വർഷമാകുമ്പോഴാണ് നമുക്കൊക്കെ ഏകദേശം ഈ സാലറിയുടെ അടുത്തെങ്കിലും നമുക്കൊക്കെ കിട്ടുക. പക്ഷെ നേരിട്ട്, അതായത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഫസ്റ്റ് ഒക്കെ വന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ സജീവമായിട്ടുള്ള ഈ കാലഘട്ടത്തിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഓർഡറുകൾ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാക്സിമം നമുക്ക് ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സംശയങ്ങളുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ കൃത്യമായിട്ട് മറുപടി തരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.